കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പീച്ചി താമരവെള്ളച്ചാൽ സ്വദേശി പ്രഭാകരന്റെ മൃതദേഹം സംസ്കരിച്ചു. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ മന്ത്രി രാജൻ കുടുംബത്തിന് കൈമാറി. പീച്ചി താമരവെള്ളച്ചാൽ ഉൾക്കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ മകനോടും മരുമകനോടൊപ്പം പോയ താമരവെള്ളച്ചാൽ ആദിവാസി നഗറിലെ മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. ഉൾവനത്തിൽ തോണിച്ചാൽ ഭാഗത്തായിരുന്നു സംഭവം. ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മകൻ പ്രശോഭും മരുമകൻ ലിജോയും ഇനിയും ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചിതരായിട്ടില്ല. പ്രഭാകരന്റെ കുടുംബത്തെ കൈവിടില്ലെന്ന സഹായധനത്തിന്റെ ആദ്യ ഗഡു കൈമാറിയ ശേഷം റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത്. സാധാരണ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് അധികവും വിപുലമായിട്ടുള്ള നഷ്ടപരിഹാരം വരുന്നത്. പക്ഷേ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചും ഗവൺമെന്റിന്റെ നിലപാടനുസരിച്ചും കാട് ആദിവാസികളുടേത് കൂടിയാണ്. അവിടെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കുണ്ട് താനും. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാര്യം എല്ലാം ഗൗരവമായി പരിശോധിച്ച് 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നഷ്ടപരിഹാരമായും 1 ലക്ഷം രൂപ ഇൻഷുറൻസ് തുകയായിട്ട് നൽകണം എന്നാലോചിച്ചു. അതനുസരിച്ച് ആദ്യത്തെ 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ തുക വരുന്നതിന് മുമ്പ് തന്നെ, സർക്കാരിൻ്റെ പണം ഔപചാരികമായി എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസിയോട് അത് അഡ്വാൻസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സംഖ്യയാണ് ഇപ്പോൾ 5 ലക്ഷം രൂപ കൈമാറിയത്. തുടർന്ന് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശവസംസ്കാരത്തിൻ്റെ ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. അതിനെ തുടർന്ന് ബാക്കി 5 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായിട്ടുള്ള 1 ലക്ഷം രൂപ ഇൻഷുറൻസിൽ നിന്ന് ലഭ്യമാകുന്ന മുറയ്ക്കും കുടുംബത്തിന് നൽകണം എന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. വികസനം ഏറെയൊന്നും എത്തിയിട്ടില്ലാത്ത പാണഞ്ചേരി പഞ്ചായത്തിലെ താമരവെള്ളച്ചാൽ ആദിവാസി നഗറിൽ 55 കുടുംബങ്ങളിലായി 157 പേരാണ് താമസിക്കുന്നത്. ഇവരിൽ ഭൂരിപക്ഷം ആളുകളും വീട്ടുപണികൾക്കാണ് പോകാറുള്ളതെങ്കിലും പ്രഭാകരനെ പോലെ കാടിനെ നന്നായി അറിയാവുന്ന ആളുകളെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. കാട്ടിൽ പോയാൽ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ഇവർ തിരിച്ചു വരൂ. താമരവെള്ളച്ചാൽ പ്രദേശത്ത് ആനകളുടെ ശല്യം തടയാൻ വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോഴെല്ലാം മരം മറിച്ചിട്ട് അതെല്ലാം തകർത്ത് ആനകൾ കൃഷികൾ നശിപ്പിക്കാറുണ്ട്. എന്നാൽ ആളുകളെ ഉപദ്രവിക്കുന്നത് അപൂർവമാണ്. പട്ടയമില്ലാത്ത കൈവശ ഭൂമിയായതിനാൽ കൃഷി നശിപ്പിച്ചാലും ഇവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചിരുന്നുമില്ല. വനം വകുപ്പിനെ അറിയിച്ചാലുടൻ അവർ ആനകളെ ഓടിച്ചു വിടുമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വേനൽക്കാലമായാൽ കുടിവെള്ളക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ.